മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട്. ജയിലിലുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്നും ജയിൽ ചാടാൻ ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ രാത്രി ജയിൽ ഡിജിപിക്ക് കൈമാറി. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ഗോവിന്ദച്ചാമിക്ക് ഒരു സഹായി ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട് പ്രകാരം ജയിലിലെ ജീവനക്കാരോ തടവുകാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ആരും തന്നെ സഹായിച്ചിട്ടില്ല എന്നാണ് കണ്ടെത്താൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ തെളിവുകളില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ അകത്തു നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ കഴിയില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഉയർന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജയിൽ ഡിഐജി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ജീവനക്കാരോ തടവുകാരോ ഗോവിന്ദച്ചാമിക്ക് യാതൊരു തരത്തിലുള്ള സഹായവും ജയിൽ ചാടുന്നതിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ജയിൽ ഡിഐജി കഴിഞ്ഞ ദിവസം രാത്രി റിപ്പോർട്ട് ജയിൽ ഡിജിപിക്ക് കൈമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മതിൽ ചാടാനും അതുപോലെ തന്നെ അതിന് വേണ്ട സജ്ജീകരണങ്ങൾ, അത് അഴിമുറിക്കുന്നതിന് ഉൾപ്പെടെ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതും അത് കൃത്യം നടപ്പിലാക്കിയതും ഒക്കെ ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കാണ് എന്ന ഉള്ള റിപ്പോർട്ടാണ് ജയിൽ ഡിഐജി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഗോവിന്ദച്ചാമി ചാടിയ മതിലിന് സമീപത്ത് സാധാരണഗതിയിൽ വെള്ളമൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വീപ്പ ഉള്ളതാണ്. അത് കൂടാതെ പൊക്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വീപ്പ കൂടി അതിന് മുകളിൽ വെച്ചാണ് ചാടാൻ വേണ്ടിയുള്ള ഒരുക്കം ഗോവിന്ദച്ചാമി നടത്തിയത് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ കയറാനുള്ള തുണി അത് മറ്റ് തടവുകാർ അയയിൽ കഴുകിയിട്ട തുണി ഉപയോഗിച്ചാണ് ഗോവിന്ദച്ചാമി ചാടിയിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തലുകളും ഡിഐജി തയ്യാറാക്കിയ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ അഴിമുറിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. അതിൽ ശാസ്ത്രീയമായ പരിശോധന വേണമെന്നുള്ള കാര്യം തന്നെയാണ് ഡിഐജി തയ്യാറാക്കിയ റിപ്പോർട്ടിലും പറയുന്നത്. ഗോവിന്ദച്ചാമിയുടെ പക്കൽ നിന്ന് കണ്ടെടുത്ത അരം പോലുള്ള ആയുധം അത് അത്ര വലിയ മൂർച്ച ഇല്ലാത്തൊരായുധമായിരുന്നു. അതുപയോഗിച്ച് ഗോവിന്ദച്ചാമി ഈ അഴി മുറിക്കാൻ കുറച്ചനേകം നാളുകൾ എടുക്കുമെന്നുള്ള കണ്ടെത്തലാണ് ഡിഐജിയുടെ റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും ആയുധം ഇത് അഴി മുറിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടോ, എന്ന് മുതലാണ് ഈ അഴി മുറിക്കാൻ തുടങ്ങിയതെന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തണമെന്നുള്ള ആവശ്യം ഡിഐജി താൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കൂടി ഉന്നയിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സെല്ലിനകത്ത് തുണി വന്നത് എങ്ങനെയെന്നുള്ള കാര്യമാണ് ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത്. അത് ഈ എലിശല്യമുള്ളതിനാൽ ഗോവിന്ദച്ചാമി തുണി വേണമെന്നുള്ളൊരു ആവശ്യം ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വെച്ചെങ്കിലും സെല്ലിനകത്ത് തുണി കടത്താനുള്ള അനുവാദം ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ മറ്റ് തടവുകാർ ഇതുപോലെ അയയിൽ ഉണങ്ങാനോ അല്ലെങ്കിൽ കഴുകി ഇടുകയോ ചെയ്ത തുണി അവരറിയാതെ എടുത്തുകൊണ്ട് പോയി സെല്ലിലിട്ടതാകാം എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കാര്യത്തിലടക്കം ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഡിഐജി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് സാധാരണ മറ്റ് കൈക്കുള്ളത് പോലെ തന്നെ അസാമാന്യമായിട്ടുള്ള കരുത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിക്കുന്നത്. ഒരാളെ പിടിച്ചു തള്ളാനും അല്ലെങ്കിൽ ഒരാളെ മർദ്ദിക്കാനും ഒക്കെയുള്ള കരുത്ത് ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് ഉണ്ട് എന്നുള്ള കാര്യമടക്കം ഡിഐജി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൈയുടെ കരുത്തിന്റെ കാര്യത്തിലൊന്നും തന്നെ ആർക്കും സംശയമില്ല എന്നുള്ളത് തന്നെയാണ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ അകത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ സഹതടവുകാരുടെ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ, അതല്ല പുറത്ത് മറ്റ് വ്യക്തികളുടെ പക്കൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഈ ഉയർന്നു വന്നതൊക്കെ തന്നെ. എന്തായാലും അത് തള്ളിക്കളയുന്ന റിപ്പോർട്ടാണ് ഡിഐജി തയ്യാറാക്കിയിരിക്കുന്നത്. അത് ജയിൽ ഡിജിപിക്ക് കഴിഞ്ഞ ദിവസം രാത്രി കൈമാറുകയും ചെയ്തു കഴിഞ്ഞു. ശരി സൂര്യഗായത്രി, വ്യക്തമാണ്. എന്തായാലും ജയിലിലുണ്ടായത് ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന ജയിൽ ഡിഐജിയുടെ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജീവനക്കാരോ തടവുകാരോ സഹായിച്ചതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. രാത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനടക്കം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിയുടെ ഇടത് കൈക്ക് ഒരു സാധാ മനുഷ്യരോടൊപ്പം തന്നെ ഒരു കരുത്തുള്ള കൈകളാണ്. ആ ഒറ്റ കൈ എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു കൈ പകുതി മുറിഞ്ഞതാണേലും ഗോവിന്ദച്ചാമിയുടെ മറ്റേ കൈക്ക് നല്ല കരുത്തുറ്റ കൈകളാണ്. എന്തായാലും ഏകദേശം ഈ ഗോവിന്ദച്ചാമി 1.5-2 മാസമായി ഈ ജയിൽ ചാടാനുള്ളൊരു ആസൂത്രണത്തിലായിരുന്നു. പ്രീ പ്ലാൻഡ് എന്നൊക്കെ
എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ എന്തായാലും കഴിഞ്ഞ 2 മാസമായി ഈ ഒരു ജയിൽ ചാട്ടം നടത്താനുള്ള എല്ലാ പരിപാടികളും അല്ലെങ്കിൽ എല്ലാ ആസൂത്രണവും നടത്തിയിരുന്നു. കൃത്യമായ രീതിയിൽ അഴികൾ മുറിക്കുന്നു, ഓരോ ദിവസങ്ങളായി ഉപ്പിട്ട് ദ്രവിച്ച് അഴികൾ മുറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ വസ്ത്രം, ഇപ്പോൾ സൂര്യഗായത്രി സൂചിപ്പിച്ചത് നോക്കുകയാണെങ്കിൽ വസ്ത്രം ആവശ്യപ്പെടുന്നു സെല്ലിനുള്ളിലേക്ക്. ഇതെല്ലാം ഒരു പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമായാണ് കണക്കാക്കാൻ കഴിയുന്നത്. കൃത്യമായി തുണികൾ കൂട്ടിക്കെട്ടി ഇറക്കുന്നു, വീപ്പക്കുറ്റികളുടെ മണ്ടയിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് ചാടുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നു. എന്തായാലും കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയാണ് ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇപ്പോൾ DIGയുടെ റിപ്പോർട്ട് പ്രകാരം ജയിലിൽ ഉണ്ടായിരുന്ന സുരക്ഷ ജീവനക്കാരോ അതോ തടവുകാരോ ഒന്നും തന്നെ ഗോവിന്ദച്ചാമിയെ സഹായിച്ചു എന്നതിനുള്ളൊരു തെളിവ് കണ്ടെത്താനായിട്ടില്ല. അതിനുള്ളൊരു തെളിവ് നിലവിൽ കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ DIGയുടെ റിപ്പോർട്ടും പറയുന്നത്. എന്തായാലും വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത് സൂര്യഗായത്രിയാണ്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാൻ ആരുടെയും സഹായം ലഭിച്ചില്ലെന്ന ജയിൽ DIGയുടെ റിപ്പോർട്ട്. ജയിലിലുണ്ടായത് ഗുരുതര